വിധേയരായവരാണെങ്കിലും തിരിച്ചു വരണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരിച്ചു വരേണ്ടതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കി. സിദ്ദിഖിന്റെ പേരെ പരാമർശിച്ചില്ല. അവിടെ ഒരു നേതാവിനെയും പേരെടുത്ത വിമർശനം കഴിഞ്ഞ KPC യോഗത്തിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമാണ് ജയരാജനും ജാവേദ് ഖുറേഷിയുടെ കൂടിക്കാഴ്ച. അതൊക്കെ തൃശ്ശൂർ പല സ്ഥലത്തും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചിട്ടുള്ള ചില CPM വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങൾ ഒന്നതാണ്. അല്ലാതെ UDF കിട്ടേണ്ട വോട്ടുകളൊന്നും ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള അസസ്മെന്റ്. ഭൂരിപക്ഷം ഞാൻ പറഞ്ഞത് മിനിമം 25,000 മുതൽ എത്ര വേണമെങ്കിലും മേലേക്ക് പോകും. മിനിമമാണ് ഞാൻ 25,000 പറഞ്ഞത്. അല്ല, അതിലൊരു വിവാദത്തിന്റെ ആവശ്യം എന്താ? കാരണം പ്രസിഡന്റ് എന്നാൽ എനിക്ക് ഒഫീഷ്യലായിട്ട് ഇപ്പോഴും പ്രസിഡന്റ് ശ്രീ സുധാകരൻ തന്നെയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് ചാർജ് കൊടുത്തു. ചാർജ് കൊടുത്തതിന് ശേഷം ഇപ്പൊ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരിക്കുക. ആ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൌണ്ടിങ് ആവും. കൌണ്ടിങ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. ഇവിടെ എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം ട്രീറ്റ്മെന്റ് നേരത്തെ തീരുമാനിച്ചതാണ്. സ്വാഭാവികമായിട്ട് കാര്യമായിട്ടിപ്പോ പാർട്ടി പരിപാടി 4-ാം തീയതി വരെ ഒരു പാർട്ടികൾക്കും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളോട് ഏതൊക്കെ ഭാഗത്താണ് പോളിംഗ് കുറഞ്ഞത്, അത് വല്ലതും നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കണക്കെടുപ്പിന് നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ.